ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോയുടെ പാഷൻ പ്രോയാണ് വണ്ടി. വണ്ടിക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നു. വണ്ടി മിസ്സിങ് പോലെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ സൈഡിൽ നിന്നൊരു സൗണ്ട്, അതേപോലെ ബാക്ക് വണ്ടി ഒരു പാളിച്ച പോലെ തോന്നുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കംപ്ലയിൻറ്റുകൾ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ സൈഡിൽ നമുക്ക് മീറ്റർ മെക്കാനിസം ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ സൗണ്ട് കാണിക്കാൻ കാരണം ഈ മീറ്റർ കേബിളിൻ്റെ ഉള്ളിൽ ഇന്നർ ടൈറ്റായി പോയതാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ ഓൾറെഡി മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാനത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മീറ്റർ റെഡിയാക്കാതെ കൊണ്ട് നമ്മൾ വേറെ കേബിൾ ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിസ്കണക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, ആ വലിയുടെ ഒരു പ്രശ്നം പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. മുമ്പും ഈ കാർബേറ്ററിൻ്റെയാണ് ശരിക്കും കംപ്ലയിൻറ്റ്. കാരണം വണ്ടി വളരെ ഉപയോഗം കുറവായിട്ട് കയറിയിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് ട്യൂൺ ചെയ്താലും അത് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അതായത് ഒന്ന് ഹീറ്റായിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇനി അതല്ല 100% കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി ഒരു പാളി പോണ പോലെ ഒരു വെട്ടൽ പോലെ കാണിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ കാരണം ഈ ഇരിക്കുന്ന ടയറിൻ്റെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ടയർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ടയറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാറ്റായിട്ടാണ് തേയ്മാനം വരിക. ശരിക്കും ഇങ്ങനെ പരന്ന രീതിയിലാണ് തേയ്മാനം വരിക. അത് ഈ മോഡൽ ടയറിൻ്റെ പ്രോബ്ലമാണ്. TVSൻ്റെ ടയറാണ്. TVSൻ്റെ ടയറിൽ വന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ അത്. കാരണം നമുക്ക് 2 വീലറിൻ്റെ പ്രത്യേകിച്ച് അറിയാലോ, നമുക്ക് സെൻറ്റർ പോർഷൻ മാത്രമാണ് റോഡുമായിട്ട് ടച്ചിങ്. ശരിക്കും കറക്റ്റ് ആ പോയിൻ്റ് മാത്രമാണ് നമുക്ക് സപ്പോർട്ടിങ് വരാം. ബാക്കിത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഏകദേശം ചെരിവോ അല്ലെങ്കിൽ റോഡിലെ ലൈനിലൊക്കെ കയറി കഴിഞ്ഞാൽ ആ ഒരു വെള്ള ലൈനിലൊക്കെ ഉണ്ടല്ലോ, ആ ട്രാഫിക് ലൈനിലൊക്കെ കയറുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പാളി പോകുന്നൊരു ഫീല് വന്നത് അത് ടയറിൻ്റെയാണ്. അത് പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം മാറ്റിയിടുമ്പോൾ കമ്പനി ടയർ മേടിച്ചിടാം. ഒന്നുപോലെ സാപ്പർ മോഡൽ മേടിച്ചിടാം. അതല്ലെങ്കിൽ നൈലോൺ ഗ്രിപ്പ് വന്ന ടൈപ്പ് മേടിച്ചിടാം. അതിപ്പോൾ കമ്പനി ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ MRF, സിയറ്റോ, അപ്പോളോ ഏത് എടുത്താലും ഈ ഡിസൈൻ ഒരു അനുസരണം നോക്കാതിരിക്കുക. ഒരുപാട് കട്ടയുള്ളത് നോക്കാതിരിക്കുക. സാപ്പറാണ് ശരിക്കും കമ്പനി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക. സാപ്പർ എന്ന് പറയുന്ന മോഡലാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടയറുടെയിലേക്ക് അറിയാം. അപ്പോൾ പരമാവധിയും ഒരുപാട് ഗ്രിപ്പുള്ള കട്ട നോക്കി എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അത് നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റില്ല. കാഴ്ചയിലുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഈ കംപ്ലയിൻസുകൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മോഡൽ കട്ട എടുക്കാതിരിക്കുന്നതാണ് കുറേ കൂടി നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ വർക്കിംഗ് അല്ലായിരുന്നു, അത് റെഡിയാക്കി ഉണ്ട്. ലേഡീസ് ഹാൻഡിലറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡ് ഫോർക്കിൻ്റെ ഒരു ചെറിയ ലീക്ക് ഉണ്ട് റൈറ്റ് സൈഡിൽ കേട്ടോ. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരുന്ന കംപ്ലയിൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കി അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്.